ഹലോ ഹായ് നമസ്കാരം. സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനായി അഭിനയിച്ച ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ ഉണ്ട്. സിനിമ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാച്ചബിൾ മൂവി, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ സിനിമയുടെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 498A, അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നിയമമാണ്. അപ്പൊ ആ നിയമം എങ്ങനെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്ത് ആണുങ്ങൾക്കെതിരെ, അതായത് പുരുഷന്മാർക്കെതിരെ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് ഈ സിനിമയുടെ ഒരു തീമിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് ഈ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചായ ആൾക്കാർക്ക് കുറച്ചും കൂടി കണക്റ്റ് ആവുന്ന തരത്തിലുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു ഫിലിം തന്നെയാണ് ആഭ്യന്തര കുറ്റവാളി. അപ്പൊ ഈ സിനിമ എനിക്കൊരു വാച്ചബിൾ മൂവി ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. അപ്പൊ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. ആസിഫ് അലിയാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. പുള്ളി ഏത് റോള് കിട്ടിയാലും ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സിനിമയിലെ ആണെങ്കിലും ഒരു പീഡനം അനുഭവിക്കുന്ന ഒരു ഭർത്താവ് എന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട കഥാപാത്രമായിരുന്നു നമ്മുടെ അരിശേഷവും ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും അവരുടെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു സിനിമയിൽ. അപ്പൊ അത് തന്നെ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് അടിപൊളിയായതുകൊണ്ട് നമുക്ക് സിനിമ ഒട്ടും ബോറടിക്കില്ല. ചെറിയ കുറച്ച് ലാഗ് വന്നാലും കുറച്ച് ക്ലീശേ ക്രിഞ്ച് സീനുകൾ വരുമ്പോഴും നമുക്ക് ഇവരുടെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് സിനിമ കണ്ടിരിക്കാം. പിന്നെ ഈ സിനിമയിൽ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ഈ സിനിമ ശരിക്കും ഒരു വൺ പെർസ്പെക്റ്റീവിലൂടെ മാത്രം കാര്യങ്ങൾ കാണുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ട് ഈ സിനിമയിൽ. കാരണം പുരുഷന്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെ മാത്രമാണ് ഇതിൽ സിനിമയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കാരണം ഇതിൽ പീഡനം അനുഭവിക്കുന്ന എല്ലാവരും പുരുഷന്മാരാണ്. അപ്പൊ ഇതിലെ സ്ത്രീ ക്യാരക്ടേഴ്സ് ഒരാൾ പോലും നല്ലതില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്ന പോലെ നമുക്ക് തോന്നും. ക്രൂരന്മാരായ സ്ത്രീകളെയാണ് കാണിക്കുന്നത്. അപ്പൊ അത് ഒരു കുറച്ച് ചെറിയൊരു നെഗറ്റീവ് പോലെ തോന്നി. അപ്പൊ അവസാനം ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നോർമൽ സിനിമകളിലൊക്കെ വരുമ്പോൾ എല്ലാ സിനിമകളിലും അതെ ഒരുപാട് പീഡനം അനുഭവിച്ചാലും ഭാര്യയായാലും ഭർത്താവായാലും പീഡനം അനുഭവിച്ചാലും അവസാനം ബന്ധുക്കളും എല്ലാവരും ചേർന്ന് വന്ന് പറയും അതൊക്കെ പോയി എല്ലാം മാറി വീണ്ടും ഒരുമിക്കണമെന്നുള്ളത്. അപ്പൊ ഒരുമിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർ പിരിയേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.